ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കായിക വകുപ്പിന്റെ ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മാനാഞ്ചിറയിൽ ഊഷ്മള സ്വീകരണം. സ്ത്രീകളുടെ ഡിജിറ്റൽ ശാക്തീകരണത്തിലേക്ക് വഴി തുറന്ന് കുടുംബശ്രീ സെമിനാർ. മുതിർന്ന INTUC നേതാവ് അനന്തൻ നായർക്ക് നവതി ആദരം. ദോസ്ത് സിൽവർ ജൂബിലി ആനുവൽ ഡേ ആഘോഷങ്ങളും അവാർഡ് സമർപ്പണവും മെയ് 11-ന്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കായിക വകുപ്പ് നടത്തുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് മാനാഞ്ചിറ മൈതാനത്തെത്തി. മാനാഞ്ചിറയിൽ യാത്രയ്ക്ക് ഊഷ്മള സ്വീകരണമൊരുക്കി. മന്ത്രിമാരും MLA-മാരും മേയറും പങ്കെടുത്തു. വാക്കത്തോണും നൃത്ത സംഗീത ശില്പവും സുംബ ഡാൻസും അവതരിപ്പിച്ചു. കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. രാവിലെ താമരശ്ശേരി അടിവാരത്തെ സ്വീകരണത്തോടെയാണ് യാത്ര ജില്ലയിൽ പ്രവേശിച്ചത്. വൈകിട്ട് കോഴിക്കോട് മാനാഞ്ചിറയിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മികച്ച കായിക താരങ്ങളെ വളർത്തുക എന്നത് മാത്രമല്ല, മാനസികോല്ലാസം നേടുന്നതിനും തോൽവികളെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവിക്കുന്നതിനും മനസ്സിനെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിലും കായിക മേഖല മികച്ച സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കളിക്കളങ്ങൾ വർദ്ധിപ്പിക്കാൻ ജനകീയ നീക്കങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കളിയിലൂടെ നാം പലതും പഠിക്കുകയാണ്. തോൽക്കാൻ പഠിക്കുന്നു, തോൽവിയെ അതിജീവിക്കാൻ പഠിക്കുന്നു. അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകും, അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി പഠിക്കുക. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു. ലഹരിക്കെതിരെ എന്ത് സംസാരിക്കുന്നു എന്നതിലുപരി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകുന്നു എന്നതാണ് വിലയിരുത്തേണ്ടതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നമുക്ക് പൊരുതാം, ലഹരിക്കെതിരെ പൊരുതാം. കലയാണ്, സ്പോർട്സാണ്, വിദ്യാഭ്യാസമാണ്, പാട്ടാണ്, അതാണ് ലഹരി. യാത്രയുടെ ആരംഭത്തിൽ തന്നെ മികച്ച പിന്തുണയാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്നും ഈ പ്രോത്സാഹനം മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജം പകരുന്നതാണെന്നും കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ പറഞ്ഞു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്രയോട് സഹകരിക്കുകയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കായിക പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതും എന്നുള്ള വാഗ്ദാനവും നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് യോഗ, നൃത്തം, കളരി, കരാട്ടെ അഭ്യാസങ്ങൾ എന്നിവയും അരങ്ങേറി. ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷയായിരുന്നു. MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, KM സച്ചിൻ ദേവ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത്, മുൻ സംസ്ഥാന പ്രസിഡന്റ് TP ദാസൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ത്രീകളുടെ ഡിജിറ്റൽ ശാക്തീകരണത്തിലേക്ക് വഴി തുറന്ന് കുടുംബശ്രീ സെമിനാർ. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായാണ് സെമിനാർ നടന്നത്. ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ഡിജിറ്റൽ ശാക്തീകരണത്തിലേക്ക് വഴി തുറന്നും സൈബർ ഇടങ്ങളിലെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് മുന്നറിയിപ്പുമായി കുടുംബശ്രീ സെമിനാർ. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായാണ് കുടുംബശ്രീയും സ്ത്രീകളുടെ ഡിജിറ്റൽ ശാക്തീകരണവും വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ഡിജി കേരളം, ഡിജിറ്റൽ സാക്ഷരത, ഡിജിറ്റൽ രംഗത്തെ തൊഴിൽ സാധ്യത, നിർമ്മിത ബുദ്ധി,
ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിപണനം തുടങ്ങിയ വിഷയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു. കുടുംബശ്രീ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പുത്തൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ലിൻഡോ ജോസഫ് MLA അഭിപ്രായപ്പെട്ടു. 3,17,000 വരുന്ന യൂണിറ്റുകളിൽ ആയി 48 ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീ അംഗങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അത്രയും അംഗങ്ങൾ ഉള്ള ഒരു വനിതാ കൂട്ടായ്മ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രമാത്രം വലിയ ഒരു വനിതാ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് LG ലിജീഷ് അധ്യക്ഷത വഹിച്ചു. LSGD അസിസ്റ്റന്റ് ഡയറക്ടർ സജിന സത്താർ മോഡറേറ്ററായി. കുടുംബശ്രീ ഗവേണിംഗ് എക്സിക്യൂട്ടീവ് അംഗം KK ലതിക, ജില്ലാ മിഷൻ കോർഡിനേറ്റർ PC കവിത, ടെക്നോളജി കോളമിസ്റ്റ് സെയ്ദ് ഷിയാസ് മിർസ, സൈബർ ലീഗൽ കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് ഇർഫാൻ ഇബ്രാഹിം സേട്ട്, ഓക്സിലറി സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ S ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുതിർന്ന INTUC നേതാവ് K അനന്തൻ നായർക്ക് നാഷണൽ ലൈഫ് ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ നവതി ആദരം. ചടങ്ങ് INTUC സംസ്ഥാന പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. LIC-യിലെ INTUC പ്രസ്ഥാനത്തിന്റെ ആചാര്യനും സംസ്ഥാനത്തെ മുതിർന്ന INTUC നേതാവുമായ K അനന്തൻ നായർക്ക് നവതി ആദരം. നാഷണൽ ലൈഫ് ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ കോഴിക്കോട് ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ഞാൻ ശ്രീ PV ശങ്കരനാരായണൻ കോഴിക്കോട് നിറഞ്ഞു നിന്ന് മേയറായി MLA ആയി കേരളത്തിൽ ഒട്ടനവധി വൻ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായി പ്രസിഡന്റായൊക്കെ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം നിരവധിയായ പ്രാവശ്യം വരുമ്പോഴൊക്കെ കാണുന്ന ഒരു മുഖമാണ് അനന്തൻ നായർ. അന്നും ഇന്നും ഒരേപോലെയാണ്, ഒരു വ്യത്യാസവും ഇതുവരെ തോന്നിയിട്ടില്ല. ഒരുപാട് വാചാലനാകുന്നതില്ല, എന്നാൽ ഒട്ടും കുറയ്ക്കുന്നതുമില്ല. അത്യപൂർവമായ ഒരു സ്വഭാവവിശേഷമാണ് ശ്രീ അനന്തൻ നായരിൽ നമ്മൾ കാണുന്നത്. നമ്മളൊക്കെ എന്തെല്ലാം വരുമ്പോൾ, പ്രകോപനം വരുമ്പോൾ പ്രകോപിതരായി നമ്മൾ വർത്തമാനം പറയും. നമുക്ക് സന്തോഷം വരുമ്പോൾ സന്തോഷപുളകിതരായി നമ്മൾ വർത്തമാനം പറയും. നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ സങ്കടത്തിന് അടിമയായി നമ്മൾ വർത്തമാനം പറയും. നമ്മുടെ രൂപഭാവഭേദങ്ങളിലൊക്കെ നമ്മുടെ വികാരങ്ങളെല്ലാം പ്രതിഫലിക്കുന്നതാണ് ഒരു സാധാരണ മനുഷ്യന് എന്നുള്ളത്. പക്ഷെ അനന്തൻ നായരെ സംബന്ധിച്ച് ഇന്ന് വരെ വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. INTUC ജില്ലാ പ്രസിഡന്റ് K രാജീവ്, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ, ഡോക്ടർ MP പത്മനാഭൻ, സുരേഷ് മാമിയിൽ, പിന്നണി ഗായകൻ PK സുനിൽകുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളക്ഷനുമായി നടക്കാവിൽ മൈജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പർച്ചേസുകൾക്കും മികച്ച ഓഫറുകളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവും എന്ന നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കാവിൽ നടക്കും. നടക്കാവിൽ ഒരു പുതിയ മൈജി സ്റ്റോർ വന്നിരിക്കുകയാണ്. മൈജിയുടെ വിജയങ്ങളുടെ യാത്ര തുടരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നടക്കാവ് മൈജി ഫ്യൂച്ചറിലെത്തൂ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രോഡക്ട്സ് സ്വന്തമാക്കൂ. നടക്കാവിൽ ഇനി എല്ലാം നടക്കും. മൈജി ഫ്യൂച്ചർ നടക്കാവിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
വാർത്തകൾ തുടരുന്നു. ദോസ്ത് സിൽവർ ജൂബിലി ആനുവൽ ഡേ ആഘോഷങ്ങളും അവാർഡ് സമർപ്പണവും മെയ് 11 ബേബി മെമ്മോറിയൽ നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇക്കൊല്ലത്തെ ആനുവൽ ഡേ മെയ് 11 വെച്ചിരിക്കുന്നത്. മാർച്ച് 21 വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ ആണെന്ന് നമ്മൾ മറ്റ് പരിപാടികളൊക്കെ ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തിയിരുന്നതാണ്. അപ്പോൾ എല്ലാ കൊല്ലം 2017 മുതൽ നമ്മൾ 2 പേർക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. ഒന്ന് ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു വ്യക്തി, ഒരു കുട്ടി അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരു കുട്ടി, പല രീതിയിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുള്ളവരും അത് മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡൽ ആയിട്ടുള്ളവരായിട്ടുള്ള. പിന്നുള്ളത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്തിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി. അത് ഡൗൺ സിൻഡ്രോമിന് വേണ്ടിയിട്ടല്ല, ഈ ബുദ്ധിമാന്യം എന്നുള്ളൊരു മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. 2017 മുതൽ നമ്മൾ ഈ 2 പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് സംസ്ഥാന സ്റ്റേറ്റ് ലെവൽ അവാർഡാണ് നമ്മൾ കൊടുത്തു വരുന്നത്. ഇക്കൊല്ലത്തെ അവാർഡ് ഡോക്ടർ P. ഭാനുമതി അമ്മ എന്നൊരു സംഘടന, അസോസിയേഷൻ ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ് അഡൽട്സ് എന്ന് പറഞ്ഞൊരു അവിടെ താമസിപ്പിച്ചിട്ട് ആളുകളെ നോക്കുന്നുണ്ട്. പിന്നുള്ളത് അനഘ ദിനേശൻ, അവർ ഡാൻസിൽ പല പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഏഷ്യ പസഫിക് ഇതിൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഓസ്ട്രേലിയയിൽ ന്യൂകാസിൽ പോയി സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. ദ ട്രസ്റ്റി ഓഫ് ദ ഡൗൺ സിൻഡ്രോം ട്രസ്റ്റ് ദോസ്തും ദോസ്ത് സപ്പോർട്ട് ഗ്രൂപ്പും ചേർന്നാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ദോസ്ത് അവാർഡുകൾ ഡോക്ടർ P. ഭാനുമതിക്കും അനഘ ദിനേശനും ചടങ്ങിൽ സമർപ്പിക്കും. മെയ് 11 ബേബി മെമ്മോറിയൽ നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയാകുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂരിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയും ലഹരി മുക്ത ബോധവൽക്കരണ ക്ലാസും നടന്നു. കൗൺസിലർ ഗിരിജ ഉദ്ഘാടനം ചെയ്തു. പരിധിയിൽപ്പെട്ട എന്റെ വീട്ടിലും മയക്കുമരുന്ന് മദ്യം എന്നിവ ഉപയോഗിക്കുകയോ അവ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതല്ല. ബേപ്പൂർ കാരാട്ട് റെസിഡൻസ് അസോസിയേഷനും സമന്വയ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിമുക്ത ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞയും വാർഡ് കൗൺസിലർ ഗിരിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് കുട്ടികളുടെ അടുത്തേക്ക് വരുന്നത് കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, സ്കൂൾ കുട്ടികളെ പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്തുകൊണ്ട് വല വിരിച്ച പോലെയാണ് ഇപ്പോൾ. അപ്പൊ അവരെ എങ്ങനെയും അവരെ ആദ്യം അവർക്കൊന്ന് കൊടുക്കും, പിന്നെ അവരെ കാരിയർ ആക്കും. അങ്ങനെ കുട്ടികൾ ഇതിൽ പെട്ടുപോവാണ്. അല്ലാണ്ട് നമ്മളെ കുട്ടികൾ പോയിട്ടൊന്നല്ല, പെട്ടുപോവാണ്. അതിന് പെട്ടുപോവാതെ നോക്കേണ്ടത് നമ്മളുടെ ചുമതല തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ബേപ്പൂർ CI ദിനേശ് കോറത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇവിടുത്തെ സ്റ്റേഷന്റെ കണക്കെന്ന് പറഞ്ഞാല് 40-45 കേസുകളാണ്. അതായത് അത് ഗ്രാജുവലി കൂടി വരികയാണ്. കാരണം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വലിയ തോതിൽ. കാരണം കിട്ടാൻ മുമ്പ് കിട്ടുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇപ്പം 14 വീട്ടിലെ ബെഡ്റൂമിൽ വരെ ഇത് എത്തിയിരിക്കുന്നു എന്ന് TK അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. KD ഗോവിന്ദൻ, മൊയ്തീൻ കോയ T, OP മനാഫ്, ഹനീഫ ഹാജി, കൃപാലിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. തൊഴിൽ സ്ഥാപനങ്ങൾക്ക് ഉചിതമായ ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന കൊമേഴ്സ് സ്കിൽ ഡെവലപ്മെന്റ് സ്ഥാപനമായ ഫിൻസ്കോം സൊല്യൂഷൻസ് പ്രവർത്തനം ആരംഭിക്കുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും മെയ് 11 MK രാഘവൻ MP നിർവഹിക്കും. പല കോഴ്സുകളും കഴിയുന്ന ഡിഗ്രി, അതുപോലെ തന്നെ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതുപോലെ പല കോഴ്സുകളും കഴിയുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട്. പക്ഷെ പലപ്പോഴും ഈ കോഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക ജോലിക്ക് അവർ വേണ്ടത്ര പ്രാപ്തരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതത്ര വേണ്ട സപ്പോർട്ടിംഗ് ആയിട്ട് കാണാറില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇതിനെ ഇവരുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക കോഴ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ചിലപ്പോൾ 4-5 വർഷം എടുത്തിട്ട് ഡെവലപ്മെന്റ് വരുന്ന സംഭവം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. BCom BBA കോഴ്സ് പൂർത്തിയാക്കിയവർക്കും പഠിക്കുന്നവർക്കും ഫിൻസ്കോം കോഴ്സിന്റെ ഭാഗമാകാം. പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സ്, GST, ഇൻകം ടാക്സ്, അഡ്വാൻസ് എക്സൽ എന്നിവ ഓൺലൈനായും ഓഫ്ലൈനായും ലഭ്യമാക്കും.
3 മുതൽ 5 മാസം വരെ കാലാവധിയുള്ള കോഴ്സുകൾ പ്രത്യേക സിലബസ് അടിസ്ഥാനപ്പെടുത്തിയാണ് ലഭ്യമാക്കുന്നതെന്ന് സിഇഒ ലിൻഡോ നാരായണൻ പറഞ്ഞു. ഓരോ സ്ഥാപനങ്ങൾക്കും അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ പ്രത്യേക പരിശീലനം നൽകിയാണ് പഠനരീതിയെന്ന് ചെയർമാൻ അബ്ദുൾ ജലീൽ ഇടത്തിൽ പറഞ്ഞു. സ്ഥാപനത്തിന്റെ ലോഗോ ലോഞ്ചും ഉദ്ഘാടനവും മെയ് 11 MK രാഘവൻ MP നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ VV നിതിൻ, ചീഫ് ട്രെയിനർ നിർമ്മൽ ദാസ്, അക്കാഡമിക് ഹെഡ് CA അജിൻ V തോമസ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. JCI അലുമിനി ക്ലബ്ബ് ഇന്ത്യ സോൺ 21 ക്രിക്കറ്റ് മത്സരം മെയ് 11 കോഴിക്കോട്ട് നടക്കും. മുതിർന്നവരിൽ വ്യായാമം പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്നും മിനി IPL മാതൃകയിലാണ് മത്സരം നടത്തുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. 40 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് ഒരു എൻഗേജ്മെന്റ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഇതിന് 5 ഏരിയാസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പറയുന്നത്. അതിലൊന്ന് മെന്ററിംഗ് ആൻഡ് കോച്ചിങ്, രണ്ടാമത് ഗ്രോത്ത് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് നെറ്റ്വർക്കിംഗ്, ചാരിറ്റി ആൻഡ് സോഷ്യൽ വർക്ക്, ഹെൽത്ത് ആൻഡ് വെൽനസ്, കൾച്ചറൽ എക്സ്ചേഞ്ച്, ട്രാവൽ. 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എല്ലാം വളരെ ജീവിതം ആസ്വദിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയാണ്. അതിൽ ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ ഭാഗമായിട്ട് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ വ്യായാമം കാര്യങ്ങളിലെല്ലാം ഒന്ന് കുറച്ച് കൂടുതൽ സമയം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. JCI അലുമിനി ക്ലബ്ബ് സോൺ 21 ക്രിക്കറ്റ് മത്സരം കിഴക്കേ നടക്കാവ് ഗെയിം ഓൺ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ടർഫിൽ നടക്കും. മെയ് 11 സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ 8 ടീമുകൾ മത്സരിക്കും. ഉദ്ഘാടനം JCI നാഷണൽ ഡയറക്ടർ മെന്ററിംഗ് ആൻഡ് കോച്ചിംഗ് മോഹൻദാസ് SK നിർവഹിക്കും. വിജയികൾക്ക് JCI സോൺ പ്രസിഡന്റ് അരുൺ വേണുഗോപാൽ, സോൺ ചെയർമാൻ ബാബുരാജ് KP എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ JCI സോൺ ചെയർമാൻ ബാബുരാജ് KP, സോൺ വൈസ് ചെയർമാൻമാരായ ജയഗോപാൽ ചന്ദ്രശേഖർ, ശ്രീരശ്മി മിലിന്ദ്, അഡ്വക്കേറ്റ് ജയപ്രശാന്ത് ബാബു, പ്രോഗ്രാം ഡയറക്ടർ രതീഷ് കുമാർ EB, ട്രഷറർ സുരാജ് അജന്ത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വ്യവസായിയും അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ APM മുബഷീർ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ഖബറടക്കം കണ്ണമ്പറമ്പ് ഖബറിസ്ഥാനിൽ നടന്നു. കണ്ണൂർ തെക്കി ബസാർ മുക്രീൻ്റകത്ത് പള്ളിക്കൽ കുടുംബാംഗമാണ് APM മുബഷീർ. എയർ ട്രാവൽ എന്റർപ്രൈസസ് കോഴിക്കോട് ജനറൽ മാനേജറായിരുന്നു. മലബാർ ടൂറിസം സൊസൈറ്റി സ്ഥാപക പ്രസിഡന്റ്, ഓയിസ്ക ഇന്റർനാഷണൽ കാലിക്കറ്റ് പ്രസിഡന്റ്, റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് മുൻ പ്രസിഡന്റ്, എക്സ്ക്ലൂസീവ് ക്ലബ്ബ് സ്ഥാപകാംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഫൗസിയ മുബഷീറാണ് ഭാര്യ. ബൂബിൾ ഐൻ, നിഷാദുൽ ഐൻ, അസീം മുബഷീർ എന്നിവരാണ് മക്കൾ. ജനാസ നമസ്കാരം സിവിൽ സ്റ്റേഷൻ ഇസ്ലാമിക് സെന്റർ ജുമാ മസ്ജിദിലും ഖബറടക്കം കണ്ണമ്പറമ്പ് ഖബറിസ്ഥാനിലും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൗതുക കാഴ്ചകൾ ഒരുക്കി ഫറോക്ക് മലബാർ ടൈൽസ് ഗ്രൗണ്ടിൽ നടക്കുന്ന സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിൽ തിരക്കേറുന്നു. കടൽ മത്സ്യങ്ങൾ, ജംഗിൾ, അനാക്കൊണ്ട, പെറ്റ്സ് എന്നിവയെല്ലാം ആകർഷകമായി ഒരുക്കിയിരിക്കുന്ന പ്രദർശനം മെയ് 11 സമാപിക്കും. നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫറോക്ക് മല്ലിക തിയേറ്ററിന് സമീപം മലബാർ ടൈൽസ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 11 തീയതി ഞായറാഴ്ച സമാപിക്കും.
ടണൽ അക്വേറിയം, വൈറ്റ് ഹൌസ് കവാടം, മിനി കാശ്മീർ കാഴ്ചകൾ, ജംഗിൾ, ഫോറിൻ ബേർഡ്സ് ആൻഡ് പെറ്റ്സ് എന്നിവയാണ് എക്സിബിഷനിൽ ഒരുക്കിയത്. പെറ്റ് ഷോയിലെ അമേരിക്കൻ കുഞ്ഞൻ കുരങ്ങുകളും അനാക്കൊണ്ടയും മഞ്ഞക്കീരിയുമെല്ലാം കാഴ്ചയിലെ കൗതുകങ്ങളാണ്. ₹80 ടിക്കറ്റ് നിരക്ക്. വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന പ്രദർശനം രാത്രി 9 വരെയാണ്. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കുന്നമംഗലം നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക സംഘം സംഘടിപ്പിച്ച സെമിനാർ പൂവാട്ടുപറമ്പ് ക്ഷീര സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്നു. നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക സംഘം സെക്രട്ടറി പി മുനീർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് MP മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കുന്നമംഗലം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് K മൂസ മൗലവി, പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി, സ്വതന്ത്ര കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി നസീർ വളയം, പെരുവയൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. NV കോയ, T വീരാൻകുട്ടി, ഹബീബ് ചെറൂപ്പ, കരിപ്പാൽ അബ്ദുറഹ്മാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അനിൽകുമാർ ക്ലാസ് എടുത്തു. സ്വതന്ത്ര കർഷക സംഘം കുന്നമംഗലം നിയോജക മണ്ഡലം ട്രഷറർ ഖാദർ ഹാജി നന്ദി പ്രകാശിപ്പിച്ചു. കോഴിക്കോട് CSCO ബാലവേദിയുടെ വർണ്ണ പകിട്ട് എന്ന സമ്മർ ക്യാമ്പിന് തുടക്കം കുറിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോർപ്പറേഷൻ മേഖലാ പ്രസിഡന്റ് K സതീശൻ, വളാഞ്ചേരി സഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ AM ഫഹീം ബറാമി എന്നിവർ ക്ലാസ് എടുത്തു. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് കൗൺസിലർ K മൊയ്തീൻ കോയ ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് ആയിഷ തൻഹ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി ചെയർമാൻ SA ഗുഡ്സി, CSCO സെക്രട്ടറി CPM സയ്യിദ് അഹമ്മദ്, ട്രഷറർ PP അബ്ദുള്ള കോയ, M ഹസൻ കോയ, PN വലീദ്, KV അബ്ദുസലാം എന്നിവർ സംസാരിച്ചു. ബാലവേദി സെക്രട്ടറി ആയിഷ അബ്ദുള്ള സ്വാഗതവും KP മാജിദ പർവീൻ നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കായിക വകുപ്പിന്റെ ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മാനാഞ്ചിറയിൽ ഊഷ്മള സ്വീകരണം. സ്ത്രീകളുടെ ഡിജിറ്റൽ ശാക്തീകരണത്തിലേക്ക് വഴി തുറന്ന് കുടുംബശ്രീ സെമിനാർ. മുതിർന്ന INTUC നേതാവ് അനന്തൻ നായർക്ക് നവതി ആദരം. ദോസ്ത് സിൽവർ ജൂബിലി ആനുവൽ ഡേ ആഘോഷങ്ങളും അവാർഡ് സമർപ്പണവും മെയ് 11-ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.